അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു ജീവിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്നാമുഖമായി ഉണർത്തുകയാണ്. മുഅ്മിനായി, മുസ്ലിമായി, മുത്തഖിയായി ജീവിച്ച് മരണപ്പെടാൻ നമുക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്മാഉൽ ഹുസ്നയിലെ 14ാമത്തെ ക്ലാസ് 2-3 ആഴ്ച നമ്മൾ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് തുടരാൻ വബി തൗഫീഖ്. അവസാനം പറഞ്ഞു വെച്ചത് അള്ളാഹുവിൻ്റെ അർ-റസാഖ്, അർ-റാസിഖ് എന്ന 2 നാമങ്ങളെക്കുറിച്ചാണ്. നമ്മളന്ന് പറഞ്ഞിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ റിസ്ക് നൽകുന്നവനാണ്. വിശാലമായി അവൻ്റെ സൃഷ്ടികൾക്ക് റിസ്ക് നൽകുന്നവൻ അവൻ മാത്രമാണ്. ആ അർത്ഥത്തിലാണ് റാസിഖ്, റസാഖ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. മുമ്പുള്ള ക്ലാസ് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ അതുണ്ട്, ഇവിടുത്തെ JDCCൻ്റെ യൂട്യൂബ് ചാനൽ. അള്ളാഹുവിൻ്റെ റിസ്ക് ദുനിയാവിൽ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ കിട്ടും. റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? പ്രധാനപ്പെട്ട് ഉപജീവന മാർഗങ്ങൾ, അതെന്തൊക്കെ ആവട്ടെ, ഇവിടെ ആവശ്യമുള്ളത്, ജീവിക്കാൻ ആവശ്യമുള്ളതൊക്കെ അതിൽ പെടും. അത് അവന് വിശ്വസിക്കുന്ന, അവനിൽ കീഴ്പ്പെടുന്ന അല്ലാത്ത എല്ലാ ആളുകൾക്കും അത് ലഭിക്കും. അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയുൽ അസീസ്. അല്ലാഹു അവൻ്റെ അടിമകളോട് അനുകമ്പയുള്ളവനാണ്. അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ റിസ്ക് നൽകുകയും ചെയ്യുന്നു. അവൻ എല്ലാറ്റിനും കഴിവുള്ള, ശക്തിയുള്ളവനും എല്ലാറ്റിനെയും അതിജയിക്കുന്നവനുമാണ്. എന്നാൽ ഇവിടെ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൗതിക ലോകത്തുള്ള ഉപജീവനം, അള്ളാഹു നൽകുന്ന റിസ്ക്, അതൊരാൾക്ക് വിശാലമാകുന്നത്, അതല്ലെങ്കിൽ അത് കൂടുതൽ കിട്ടുന്നത് അള്ളാഹുവുമായി ഏറ്റവും
അടുത്ത് നിൽക്കുന്നു എന്നതുകൊണ്ടല്ല. അവർക്ക് കുറേ സമ്പത്തുണ്ടായി, സന്താനങ്ങളുണ്ടായി, അത് ഞാനും അള്ളയും നല്ല ഉഷാറായി അടുപ്പുള്ളത് കൊണ്ടാണ്, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. നേരെ മറിച്ച് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹിക്മത്തുൻ ബാലി അനുസരിച്ച്, അവൻ്റെ ഹിക്മത്ത് അനുസരിച്ച് അവൻ ചെയ്യുന്നതാണ്. ചില ആളുകൾക്ക് എന്തുണ്ടാവും? കൂടുതലുണ്ടാവും. റിസ്ക്കിൻ്റെ വിഷയത്തിൽ സന്താനങ്ങളും സമ്പത്തും ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതലുണ്ടാവും. ചില ആളുകൾക്ക് അവരുടെ ആവശ്യത്തിനുണ്ടാവും. ചില ആളുകൾക്ക് ഈ വിഷയങ്ങളിൽ ചിലപ്പോൾ ചില ഞെരുക്കങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ എന്ന് വിചാരിക്കേണ്ടതില്ല. എന്നാൽ അങ്ങനെ ചില ആളുകൾ വിചാരിച്ചിരുന്നു എന്ന് ഖുർആൻ ഒരു വിമർശന ബുദ്ധിയോടെ പറയുന്നത് കാണാം. സൂറത്തു സബ 34-ാമത്തെ അധ്യായത്തിൻ്റെ 35, 36, 37 ആയത്തുകൾ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഖാലു നഹ്നു അക്തറു അംവാലൻ വ ഔലാദൻ വമാ നഹ്നു ബിമുഅദ്ദിബീൻ. നിഷേധികളായ ചില ആളുകൾ, അതിനു മുമ്പ് പറയുന്നത് സുഖലോലുപതയിൽ അള്ളാഹുവിനെ മറന്നു ജീവിച്ച മനുഷ്യർ, അവർ പറയാറുണ്ട്, ഞങ്ങൾക്ക് ധാരാളം മക്കളും സമ്പത്തുമൊക്കെ ഉണ്ടായത് ധാരാളമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ല, ഞങ്ങൾക്കിതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരല്ല. ഖുൽ, നബി അവർക്ക് പറഞ്ഞു കൊടുക്ക്, ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാ വയഖ്ദിർ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. പറഞ്ഞു കൊടുക്ക് നബി അങ്ങനെയുള്ള ആളുകൾക്ക്, എൻ്റെ റബ്ബ് അവൻ ചില ആളുകൾക്ക്, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വിശാലമായി റിസ്ഖ് നൽകും, ചില ആളുകൾക്ക് അവരുടെ ആവശ്യത്തിന് കണക്കനുസരിച്ച് നൽകും. എന്നാൽ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, ഇതിനെക്കുറിച്ചൊന്നും മഹാഭൂരിപക്ഷം മനുഷ്യരും അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. തുടർന്ന് പറഞ്ഞു, വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലത്തി തുഖർരിബുക്കും ഇൻദനാ സുൽഫാ. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സന്താനങ്ങൾ, അതൊന്നും നമ്മളിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്ന കാര്യങ്ങളല്ല. ഇല്ലാമൻ ആമന വഅമില അമലൻ സ്വാലിഹൻ ഫഉലൈക ലഹും ജസാഉൽ ഇഫി ബിമാ അമിലു വഹും ഫിൽ ഉറഫാതി ആമിനൂൻ. നിങ്ങൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പരലോകത്ത് പ്രതിഫലം ഇരട്ടിയായി ഉണ്ട് എന്നതല്ലാതെ ഭൂമിയിൽ നിങ്ങൾക്ക് സന്താനങ്ങളും സമ്പത്തും കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളിലേക്ക് നിങ്ങൾ കൂടുതൽ എന്താവില്ല, അടുപ്പമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മനസ്സിലാവുണ്ടല്ലോ പറയണല്ലേ? അതുകൊണ്ട് കുറേ സമ്പത്തുണ്ടായി എന്നുള്ളത് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാനുള്ള കാരണമല്ല, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമല്ല അങ്ങനെ കിട്ടുന്നത് എന്നർത്ഥം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാം, ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാ എന്നതോട് ഉദ്ദേശിക്കുന്നത് യുഅ്തി അൽ മാലു ലിമൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്. അള്ളാഹു ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചല്ല സമ്പത്ത് നൽകുന്നത്. വലഹുൽ ഹിക്മത്തുൻ താമ്മത്തുൽ ബാലിഗ വൽ ഹുജ്ജത്തുൻ ദാമിഗ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ ഹിക്മത്തിൻ്റെ, നിഷേധിക്കാൻ പറ്റാത്ത അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്നതാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇനി ഏതെങ്കിലും മനുഷ്യർക്ക്, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ ലോകത്ത് ഈ വിഷയത്തിൽ അസ്വസ്ഥരാകുന്നത് സാധാരണഗതിയിൽ എന്താ പറയുക, റിസ്ക്കിൻ്റെ കാര്യത്തിൽ, ഭക്ഷണം അല്ലെങ്കിൽ പാർപ്പിടം, വാഹനങ്ങൾ, ഇങ്ങനെ ഭൗതിക സുഖസൗകര്യങ്ങളുടെ വിഷയത്തിൽ ആളുകൾ അസ്വസ്ഥരാവാറ് എന്തിനാ? നമുക്കില്ലാത്തതിൻ്റെ പേരിലല്ല മഹാഭൂരിപക്ഷം, പിന്നെന്തിനാ? മറ്റുള്ളവർക്കുള്ളതിൻ്റെ പേരില്ല. നമുക്ക് മനസ്സിലാവുണ്ട് പറയണേ? ഓലൊക്കെ അങ്ങനെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? നാടൊക്കെ എങ്ങനെ ആയതുകൊണ്ട് അല്ലെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ജീവിച്ചു പോകാൻ ഇതൊക്കെ മതി. പക്ഷേ പലപ്പോഴും അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും മനുഷ്യർക്ക് അള്ളാഹു ഇങ്ങനെ നൽകി എന്നുള്ളത് കൊണ്ട് അത് കണ്ടിട്ട് ഈമാനുള്ള മനുഷ്യർ എന്താവേണ്ടതില്ല, അസ്വസ്ഥരാവേണ്ടതില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിലെ 131, 132 വചനങ്ങൾ നമ്മൾ നോട്ടിൽ അടുത്ത ആയത്തതൻ. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും ദഹറത്തുൽ ഹയാത്തിദ് ദുനിയ ലിനഫ്തിനഹും ഫീഹി വറിസ്ഖു റബ്ബിക ഖൈറും വഅബ്ഖാ. ഖുർആനോട് പറയുന്നതറിയോ,
നബിയെ, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ ഭൂമിയിൽ നാം പരീക്ഷണാർത്ഥം ചില ആളുകൾക്ക് സുഖസൗകര്യങ്ങൾ നൽകി, അതിലേക്ക് ഇങ്ങനെ നോക്കരുത്. അവിടെ അള്ളാഹു എടുത്തു പറഞ്ഞൊരു കാര്യം, ആർക്ക് ഇതൊക്കെ നൽകിയാൽ എന്തിനാ? അവരെ പരീക്ഷിക്കാനാണ്. അങ്ങനെ നാം ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ അങ്ങോട്ട് പായിപ്പിക്കരുത്. വരിസ്ഖു റബ്ബിക ഖൈറും വഅബ്ഖാ. കാരണം എന്താ? നിന്റെ റബ്ബ് നൽകുന്ന റിസ്ഖാണ് ഏറ്റവും നല്ലതും ബാക്കിയാകുന്നതും. നിനക്ക് നിന്റെ റബ്ബ് നൽകുന്ന, താങ്കൾക്ക് താങ്കളുടെ റബ്ബ് നൽകുന്ന റിസ്ഖിനോളം ബാക്കിയാകുന്ന മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ അസ്വസ്ഥത ആവേണ്ടതില്ല, അങ്ങോട്ട് നോക്കേണ്ടതില്ല എന്നതാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാം. യഖൂലു തആല നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു വസല്ലം ലാ തൻദുറു ഇലാ ഹൗലാഹിൽ മുതറഫീൻ. നബിയെ, ദുനിയാവിൻ്റെ സുഖങ്ങളിൽ ആസ്വദിച്ചിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കണ്ട, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. വഅശ്ബഅഹിം വനുദറാഇഹിം വമാ ഫീഇ മിനൻ നഅം ഫഇന്നമാ ഹുവ സഅറത്തുൻ സായില വനിഅമത്തുൻ ഹായില. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ദുനിയാവിൻ്റെ എല്ലാ ആഡംബരങ്ങളും ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന മനുഷ്യർ, അവരിലേക്ക് നിങ്ങൾ നോക്കേണ്ട. അത് വളരെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചെറിയൊരു ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നൊരു പൂവ്, കുറച്ച് കഴിഞ്ഞാൽ അത് വാടിപ്പോവും. അതുപോലുള്ള കാര്യം മാത്രമാണത്. ലിനഖ്തിറഹും ബിദാലിക, അവരെ ഈ പിന്നീട് അത് നശിക്കാനുള്ളതാണ്. വഖലീലും മിൻ ഇബാദി അഷ്ശഖൂർ. എന്നാൽ ഇങ്ങനെയുള്ള ആളുകളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? ശുക്ർ ചെയ്യുന്നതുള്ളൂ. സുഖലോലുപത കിട്ടിയ ആളുകളിൽ കുറവ് മാത്രം ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ശുക്ർ ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും പറയാൻ, നബിയെ, നിങ്ങൾ ഖുർആനിൽ ആയത്തെടുത്ത് പറയലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും. ധാരാളം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയ ഇങ്ങനെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കേണ്ടതില്ല. നേരെ മറിച്ച് വലസൗഫ യുഅ്തീക റബ്ബുക ഫതറല്ലാ. നബിയെ, നിങ്ങൾക്ക് കിട്ടിയ കാര്യം അതിൽ നിങ്ങൾ തൃപ്തിയുള്ള ആളാവുക. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം, നമുക്ക് കിട്ടിയതിൽ അത് തൃപ്തിയാവും. നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, നമ്മളെക്കാൾ കുറഞ്ഞ കുറേ മനുഷ്യരുണ്ട്, അവരിലേക്ക് നോക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും? നമുക്ക് കിട്ടിയതിൽ വലിയ സംതൃപ്തിയും ഐശ്വര്യവും മനസ്സിന് സമാധാനവും ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണ് നബിയെ നിങ്ങൾ ചെയ്യേണ്ടത്. വീണ്ടും പറയും, വരിസ്ഖു ഖൈറു റബ്ബിക വഅബ്ഖാ ഖൈറും വഅബ്ഖാ. നിങ്ങൾ റബ്ബ് നൽകിയ റിസ്ഖാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു ചരിത്രത്തിൻ്റെ ഭാഗം കൊടുക്കുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചൊല്ലാൻ. ഇമാം ബുഖാരിയുടെ മുസ്ലിമിലെ ഹദീസിലൊക്കെ കാണുന്നൊരു ഹദീസാണ്. അങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഉമർ റളിയല്ലാഹുവിൻ്റെ ശബ്ദം കേട്ടോടി പിരിഞ്ഞുപോയി. ഭാര്യമാരൊക്കെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളൊക്കെ പിരിഞ്ഞുപോയി. എന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ അരികിലേക്ക് ഉമർ റളിയല്ലാഹു ചെല്ലുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റപ്പോൾ പ്രിയപ്പെട്ട പ്രവാചകൻ്റെ, തൻ്റെ ഏറ്റവും അടുത്ത പ്രവാചകൻ്റെ ശരീരത്തിൽ പരുപരുത്ത ഈത്തപ്പന ഓലകളുടെ അടയാളങ്ങൾ ഇങ്ങനെ കാണാൻ. ശരീരത്തിൽ ഇങ്ങനെ ചുവന്ന് കിടക്കുന്ന അടയാളങ്ങൾ. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയൂ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പരീക്ഷണങ്ങൾ കിട്ടുമ്പോൾ അള്ളാഹ് എന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റു ആളുകൾക്കൊക്കെ കാണുന്നത് അസ്വസ്ഥരാകുന്ന ആളുകൾ വിചാരിക്കേണ്ടത് ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഭൗതികമായിട്ട് എന്തെങ്കിലുമൊക്കെ സുഖസൗകര്യങ്ങൾ നൽകുന്നതെങ്കിൽ അത് ഏറ്റവും കൂടുതൽ കിട്ടേണ്ട ആർക്കാ? നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ആർക്കാ കിട്ടേണ്ടത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ പട്ടിണി കിടന്നിട്ടുണ്ട്. അതൊരു സത്യൻ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുമ്പോൾ പ്രവാചകൻ്റെ ശരീരത്തിൽ ഈ പായയുടെ അടയാളങ്ങൾ കാണുമ്പോൾ അത് കണ്ട് ഉമർ റളിയല്ലാഹുവിൻ്റെ ഹൃദയം പൊട്ടി. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ പിഞ്ചു കുഞ്ഞിനെ പോലെ അദ്ദേഹം ഇടക്കിടക്ക് കരയും. ഉമർ റളിയല്ലാഹുവിൻ്റെ കരച്ചിലുകൾ ധാരാളം കാണാം. അദ്ദേഹം ഇങ്ങനെ വിതുമ്പിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, യാ റസൂൽ അല്ലാഹ്, ഇന്ന കിസ്റാ വ ഖൈസർ ഫീമാ ഹുമാ ഫീഹ്. അവരുടെ അവസ്ഥ, അന്ന് ലോകത്തെ വിറപ്പിച്ചിരുന്ന കിസ്റ കൈസർ ചക്രവർത്തിമാരുടെ അവരുടെ സുഖ സൗകര്യങ്ങളെക്കുറിച്ച് പറയണം അദ്ദേഹം. എന്നിട്ട് പറയാം, അൻത സഫ്വത്തുല്ലാഹി മിൻ ഖൽഖിഹി. അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അള്ളാഹു തെരഞ്ഞെടുത്ത ആളല്ലേ അങ്ങ്, എന്നിട്ട് എന്തെങ്ങനെയെന്നാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ഇത് കേൾക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയാണ് ഫീ ശഖ്ഖിൻ അൻത യാ ഇബ്നുൽ ഖത്താബ്. ഉമറേ, എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ ഈ വിഷയത്തിൽ? എന്നിട്ട് പറയുന്നു ഉലൈക ഖൗമുൻ ഉജ്ജിലത് ലഹും തയ്യിബാതുഹും ഫീ ഹയാതിഹിം ദുനിയാ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് അല്ലാഹു ഈ ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടേണ്ടതൊക്കെ കൊടുത്തു, നമുക്കുള്ളത് വരാനുള്ളതാണ് എന്ന് പറയാൻ. സുഹൃത്തുക്കളെ, അല്ലാഹു റിസ്ക് നൽകുന്നവനാണ്. ആ റിസ്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടിക്കൊള്ളുന്നില്ല. അത് ആവർത്തിച്ചല്ല പറഞ്ഞുണ്ടോ, ആളുകൾക്ക് നൽകില്ല എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു അറിയില്ല, ഇത് പറയുന്നിടത്തൊക്കെ പറഞ്ഞത് യർസുഖു ലിമൻ യശാഉ വയഖ്ദിറു. എന്താണ് പ്രയോഗം? അള്ളാഹു ചില ആളുകൾക്ക് വിശാലമായി നൽകും, വയഖ്ദിറു ചില ആളുകൾക്ക് കണക്കാക്കി നൽകും, ആവശ്യത്തിന് നൽകും. അവൻ ആവശ്യം ഇത്രയാണെന്ന് അള്ളാഹുവിനറിയാം, അവൻ്റെ ഹിക്മത്തിൽ അതിനനുസരിച്ച് നൽകും. അതുകൊണ്ട് നമ്മെക്കുറിച്ച് നമ്മളെക്കാൾ അറിയുന്ന റബ്ബ് നമുക്ക് ഇത്രയാണ് ഉദ്ദേശിച്ചത്, ഇതിൽ ഖൈറുണ്ടാവും എന്ന് വിചാരിക്കേണ്ടവനാണ് ആര്? വിശ്വാസി, അല്ലേ? അതിനപ്പുറത്ത് ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും കിട്ടിയത് അത് അവരുടെ എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ടല്ല, നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അതിൽ നമ്മൾ എന്താ വേണ്ടതില്ല? അസ്വസ്ഥരാവേണ്ടതില്ല. ഏതെങ്കിലും അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചോ ആ രൂപത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങൾ കിട്ടേണ്ടിയിരുന്നത് ആർക്കാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ആ പ്രവാചകന് വരെ ഉണ്ടായിരുന്ന അവസ്ഥ എങ്ങനെയാണ്? ഇനി റിസ്ഖിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ രണ്ട് രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് റിസ്ഖുൽ ആം എന്ന് പറയും, പൊതുവായിട്ടുള്ള റിസ്ഖ്. അത് നേരത്തെ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ അത് പാപിക്കും പുണ്യം ചെയ്തവനും അതേ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാവർക്കും അത് കിട്ടും. അത് ഏറ്റക്കുറച്ചുകളുണ്ടാവും. അത് റിസ്ഖുൽ അബ്ദാൽ, അവർക്ക് വേണ്ട ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ, അത് ജീവനുള്ള എല്ലാത്തിനും അള്ളാഹു എന്താവും? നൽകും. എന്നാൽ രണ്ടാമത്തെ കാര്യം റിസ്ഖുൻ ഖാസ്, പ്രത്യേകമായി അള്ളാഹു നൽകുന്ന റിസ്ഖ്. അതെന്താ? അത് റിസ്ഖുൻ ഖുലൂബ് എന്ന് പറയും, ഹൃദയങ്ങൾക്കുള്ള റിസ്ഖ്. അത് ഈമാനുള്ള ആളുകൾക്ക് കിട്ടുന്നതാണ്. പണ്ഡിതന്മാർ അതിന് എണ്ണിയത് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി റഹിമഹുല്ലാ ഈ വിഷയം വിശദമായി ഇതിങ്ങനെ ക്ലാസ്സൊക്കെ നോട്ടൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ഇങ്ങനെ വായിച്ചപ്പോൾ കണ്ടത് വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇൽമ് കിട്ടുക എന്നുള്ളത് അതെന്താണ്? അള്ളാഹു നൽകുന്ന റിസ്ഖുൻ ഖുലൂബാണ്. ഈമാൻ ഉണ്ടാവുക എന്നുള്ളത്, അള്ളാഹുവിലേക്ക് ത്വാഅത്ത് ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവുക എന്നുള്ളത്, ഇങ്ങനെയുള്ള കാര്യം, അതിനൊക്കെ പുറത്ത് പരലോകത്ത് ലഭിക്കുന്ന റിസ്ഖ്. ഇതാണ് റിസ്ഖുൻ ഖാസ്. രണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്ന് ആമായിട്ടുള്ള പൊതുവേ നമ്മൾ റിസ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം. രണ്ടാമത് ഖാസായിട്ടുള്ള ഈമാനുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഇൽമ് പോലെ, ഹിദായത്ത് പോലെ, സൽസ്വഭാവം പോലെ, ഇതൊക്കെ എന്താണ്? റിസ്ഖാണ്. അത് അള്ളാഹു മുഅ്മിനുകൾക്കായ ആളുകൾക്കനുസരിച്ച് അവരുടെ വിശ്വാസത്തിൻ്റെയും കർമ്മങ്ങളുടെയൊക്കെ മർത്തബക്കനുസരിച്ച് അത് കിട്ടും കേട്ടോ. ഇനി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് ലഭിക്കുന്ന റിസ്ഖിനെയാണ് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത്, അതാണ് പ്രതീക്ഷിക്കേണ്ടത്. അതിനോളം മറ്റൊന്നെത്തൂല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, ഫല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ലഹും മഗ്ഫിറത്തും വറിസ്ഖുൻ കരീം. കുറേ ആയത്തുകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണത്? ഈമാനുള്ള ആളുകൾ, അതോടൊപ്പം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ, അവർക്ക് മഗ്ഫിറത്തുണ്ട്, മാന്യമായ റിസ്ഖുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? പരലോകത്ത് ലഭിക്കുന്ന റിസ്ഖാണ്. അതേപോലെ സൂറത്ത് ത്വലാഖിൽ കാണാം, വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹൻ യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ. ഈമാനുള്ള സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾ, അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളുണ്ട്. അവർക്ക് ലഭിക്കുന്ന റിസ്ഖാണ് ഏറ്റവും നല്ല റിസ്ഖ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ലഭിക്കുന്ന റിസ്ഖാണ് ഏറ്റവും നല്ല റിസ്ഖ്. ഇത് വേറൊരു ഭാഗം. ഇനി നേരത്തെ പറഞ്ഞ റിസ്ഖുൽ ആം, എല്ലാവർക്കും കിട്ടുന്ന റിസ്ഖ് ഉണ്ടല്ലോ, അത് നേടാൻ വിശ്വാസികളായ സംബന്ധിച്ചിടത്തോളം മുഅ്മിനുകളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകുന്ന ഔദാര്യവും അനുഗ്രഹവുമാണ് നമുക്ക് എന്തൊക്കെ ഭൂമിയിൽ കിട്ടിയാലും. നമുക്ക് കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട തന്നെയാണ് റിസ്ഖും. അതൊക്കെ അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്, ഔദാര്യമാണ് എന്ന് മാത്രമല്ല, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യേണ്ടവരുമാണ്. ഇതും ഈ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കുറേ ആയത്തുകളുണ്ട്, ഒന്ന് രണ്ടെണ്ണം. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ
വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫ്ദതൻ വറസഖക്കും മിനത് ത്വയ്യിബാത്ത് വഅഫബിൽ ബാതിലി യുമിനൂൻ വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ. സൂറത്തുൻ നഹൽ, ആ സൂറത്തിന് വേറെ പേരും കൂടി ഉണ്ട്, സൂറത്തുൻ നിഅം. സൂറത്തുൻ നഹലിന് വേറെ പേരുള്ളതാണ് സൂറത്തുൻ നിഅം എന്ന് പറഞ്ഞാൽ കുറേ അനുഗ്രഹങ്ങളെ അള്ളാഹു ഈ സൂറത്തിൽ ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. കുറേ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സൂറത്തിന് അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായം എന്നൊരു പേര് കൂടെ ഉണ്ട്. ആ സൂറത്തിൻ്റെ 72-ാമത്തെ ആയത്താണ് വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. നിങ്ങളിൽ നിന്ന് ഇണകൾ ഉണ്ടാക്കി എന്നുള്ളത് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹമാണ്. വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫ്ദ. നിങ്ങൾക്ക് സന്താനങ്ങൾ, പേരക്കുട്ടികൾ, ഇതൊക്കെ എടുത്തു പറയാം, ഇതൊക്കെ നമുക്കറിയാം. എന്നാലും ഖുർആൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്നും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ എന്താക്കുന്നുണ്ടാവും, ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. നമുക്ക് മക്കളെ തന്നു, പേരമക്കൾ, അറിയില്ലേ, പൗത്രന്മാർ അല്ലേ, മനസ്സിലാവുണ്ടല്ലോ അല്ലേ, അവരൊക്കെ അനുഗ്രഹങ്ങളായി എണ്ണുകയാണ്. വറസഖക്കും മിനത് ത്വയ്യിബാത്തി. നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസ്ഖ് അല്ലാഹു നൽകി. അഫബിൽ ബാത്തിലി യുമിനൂൻ. അങ്ങനെയൊക്കെ ആണെങ്കിലും എന്നിട്ടും നിങ്ങൾ ബാത്തിലാണോ വിശ്വസിക്കുന്നത്? വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തൊട്ട് അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. തുടർന്ന് തൗഹീദിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടായിട്ടും അല്ലാത്തവരെ ആരാധിക്കുന്നുവെങ്കിൽ എന്താണ് അത്? നന്ദികേടാണ്. ഇത് പറയാനാണ് ഈ കാര്യം പറയുന്നത്. അതേപോലെ സൂറത്ത് ഹിജ്റിൽ കാണാം, വജഅൽനാ ലക്കും ഫീഹാ മആയിശ വമൻ ലസ്തും ലഹു ബിറാസിഖീൻ. ഈ ഭൂമിയെ നിങ്ങൾക്ക് ജീവിക്കാൻ, താമസിക്കാൻ യോഗ്യമാക്കിയവൻ അല്ലാഹുവാണ്. എന്ന് മാത്രമല്ല, നിങ്ങൾക്കും നിങ്ങൾ ഭക്ഷണം കൊടുക്കാത്ത കുറേ ആളുകളുണ്ട്, അവർക്ക് ജീവികളുണ്ട്, അവർക്ക് വരെ റിസ്ഖ് നൽകുന്നവനാണ് അല്ലാഹു. എന്ന് പറഞ്ഞാൽ നമ്മളാരും കാണാത്ത ജീവികൾ ഈ ഭൂമിയിലുണ്ട്, നമ്മളാരും ശ്രദ്ധിക്കാത്തവരുണ്ട്, അവർക്കൊക്കെ എന്ത് കിട്ടുന്നുണ്ട്? റിസ്ഖ് കിട്ടുന്നുണ്ട്. അതൊക്കെ നൽകുന്നവൻ അല്ലാഹുവാണ്. വീണ്ടും സൂറത്ത് ആഫിറിൽ കാണാം, അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറൻ വസ്സമാഅ ബിനാഅ വസവ്വറക്കും ഫഅഹ്സന സുവറക്കും വറസഖക്കും മിനത് ത്വയ്യിബാത്ത് ദാലികുമുല്ലാഹു റബ്ബുക്കും ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ. ഈ ഭൂമി അവൻ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി. വസ്സമാഅ ബിനാഅ. ആകാശത്തെ ഒരു മേൽക്കൂരയാക്കി. വസവ്വറക്കും ഫഅഹ്സന സൂറക്കും. നിങ്ങൾക്ക് ഏറ്റവും ഒരു മനുഷ്യന് പറ്റാവുന്ന രൂപം നിങ്ങൾക്ക് നൽകി. വറസഖക്കും മിനത് ത്വയ്യിബാത്തി. നല്ല ആഹാരങ്ങൾ നിങ്ങൾക്ക് അവൻ നൽകി. ദാലികുമുല്ലാഹു റബ്ബുക്കും. ഇതൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്തിനാ അതൊക്കെ പറയുന്നത്? ഇങ്ങനെയൊക്കെ നൽകിയവൻ ആരാണോ, ദാലിക്കും അവനാണ് അല്ലാഹ്. ആര്? അല്ലാഹു. റബ്ബുക്കും, അവനേ നിങ്ങളുടെ റബ്ബ്, അവനാണ് അല്ലാഹ്. അവൻ മാത്രമാണ് നിങ്ങളെ രക്ഷിക്കുന്ന, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ സംരക്ഷിക്കുന്ന, നിങ്ങളുടെ കാര്യം നിയന്ത്രിക്കുന്ന, അതാണല്ലോ റബ്ബ്. അതവൻ മാത്രമാണ്. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു ലോകങ്ങളുടെ രക്ഷിതാവ് എത്രയോ അനുഗ്രഹീതനാണ്. ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് നമുക്ക് കിട്ടിയ റിസ്ഖിനെ കുറിച്ച് ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തിനറിയോ? നമ്മൾ അവന് നന്ദി കാണിക്കാൻ, അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ, അവനെ റബ്ബായി അംഗീകരിക്കാൻ. ഇനി റിസ്ഖുൽ ആം, നേരത്തെ പറഞ്ഞ റിസ്ഖ്, അതിൽ ബർക്കത്തുണ്ടാവണം, അതിൽ വർധനവുണ്ടാവണം. അത് ആഗ്രഹിക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ ആവശ്യങ്ങൾ മറ്റൊരാളോട് ചോദിക്കാതെ സ്വന്തമായി ഇതിലൊക്കെ വർധനവും ബർക്കത്തും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കേണ്ട ആളുകളാണ് ഓരോ വിശ്വാസിയും. അതിന് ഈ ഭൗതികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എന്താ? ഒരാൾക്ക് അവൻ്റെ ഉപജീവനം ഇങ്ങനെ ആകാശം നല്ല ഇറക്കി കൊടുക്കല്ല, അങ്ങനെ അപൂർവമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ എന്ത് വേണം? അത് അന്വേഷിക്കണം, അല്ലേ? നിരന്തരമായ കൽപ്പനകളുണ്ട്. റിസ്ഖ് തേടണം. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അലസനാവാൻ പാടില്ല, അവൻ മടിയനാവാൻ പാടില്ല, അവൻ അസ്വസ്ഥത കാണിക്കാൻ പാടില്ല. റിസ്ഖ് തേടുന്ന വിഷയത്തിൽ അസ്വസ്ഥത കാണിക്കാൻ പാടില്ല. നമുക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന്, അവർക്കൊക്കെ വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നത്. അതിലിങ്ങനെ ഭയങ്കരമായി അസ്വസ്ഥനാവുക ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താ അറിയോ? വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്. നാം രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു. നമുക്ക് നിയ്യത്തെന്താ? നമ്മുടെ ഉമ്മയെ, നമ്മുടെ ഉപ്പയെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ മക്കളെ, അവരുടെ ജീവിതം നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടായാലും അവരൊക്കെ സ്വസ്ഥാവണം, അവർ നന്നായി ജീവിക്കണം. നല്ലൊരു മനസ്സോടു കൂടിയാണെങ്കിൽ അതിന് പുണ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചിട്ടുണ്ട്.
ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ഒരാൾ സമ്പാദിക്കുന്നതിൽ ഏറ്റവും നല്ല സമ്പത്ത് ഒരാൾ തരുന്നതല്ല, അനന്തരമായി കിട്ടുന്നതല്ല, പിന്നെന്താ, നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾ അധ്വാനിക്കുന്നതാണ്. അല്ലേ? എത്രയോ കൽപ്പനകളുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജോലി ചെയ്യണം, പണിയെടുക്കണം. നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തവക്കുലും തവാക്കുലും. ഓർമ്മ ഉണ്ടാവില്ലേ? തവാക്കുൽ ഹറാം. എന്താ? അത് കിട്ടിക്കോളും എന്ന് വിചാരിച്ച് ചെയ്യേണ്ടത് ചെയ്യാതെ എങ്ങനെ നിന്നാൽ അത് ഹറാമാണ്. തവക്കുൽ, ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അപ്പോൾ ഒന്ന് ഭൗതികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. രണ്ടാമത് ആത്മീയമായി നമ്മളിതൊക്കെ ചെയ്താലും നമുക്ക് കിട്ടുന്ന റിസ്ഖിൽ ബറക്കത്തുണ്ടാവാൻ, അതിൽ വർധനവുണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, എന്താണ് നോട്ട് നോക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം ഇസ്തിഗ്ഫാർ. അല്ലേ? നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇസ്തിഗ്ഫാറിന് കുറേ പ്രത്യേകതകളുണ്ട്. ഇസ്തിഗ്ഫാർ, ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ് എന്നല്ലാഹുവോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ, പടച്ചോനെ എനിക്ക് പുറത്തിരണേ എന്ന് മനസ്സ് തട്ടി ഒരാൾ വിചാരിച്ചാൽ, പറഞ്ഞാൽ കുറേ അധികം ഭൗതികമായിട്ട് അതുകൊണ്ട് നേട്ടമുണ്ട്, ആത്മീയമായിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ റിസ്ഖിൽ വർധനവുണ്ടാവുക എന്ന കാര്യം, അല്ലെങ്കിൽ ബറക്കത്തുണ്ടാവുക എന്ന കാര്യം. വർധനവ് എന്ന് പറഞ്ഞാൽ റിസ്ഖിൻ്റെ പ്രത്യേകം എന്താ അറിയോ? ഇപ്പോൾ പണം, ഉദാഹരണം, ഒരാളടുത്ത് 50,000 രൂപ ഉണ്ട്, വേറെ ആളടുത്ത് 5,000 രൂപ ഉള്ളൂ. 5,000 രൂപ കൊണ്ട് അയാളുടെ ആവശ്യങ്ങളൊക്കെ നടന്ന് ഒരു 500 രൂപ ബാക്കിയുണ്ട്. 50,000 ഉള്ള ആളടുത്ത് ഇനിയൊരു 50,000 കിട്ടിയാൽ അയാൾ ആവശ്യം നടക്കുന്നില്ലെങ്കിൽ ഈ 50,000-ത്തേക്കാൾ ഉഷാറാണിത് 5,000. അതിനാണ് ബറക്കാന്ന് പറയുക. ആ കാര്യം വളരെ ഭംഗിയായി സംതൃപ്തിയോടുകൂടി നടത്താൻ പറ്റുക എന്നുള്ളത്. അത് നമ്മുടെ സമ്പത്തിലൊക്കെ ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തൻ്റെ ജനങ്ങളോട് നടത്തുന്ന സംസാര സൂറത്ത് നൂഹിൽ കാണാം, ഫഖുൽതു സ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ബാക്കി പറഞ്ഞോളി. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് ഇങ്ങനെ പരാതി പറയണം, പടച്ചോനെ ദീർഘകാലം ഞാൻ നിൻ്റെ എൻ്റെ ജനങ്ങളെ ഞാൻ ക്ഷണിച്ചു. പക്ഷെ ക്ഷണിക്കുമ്പോഴൊക്കെ അവരെന്താ ചെയ്യണത്? ചെവിയിലേക്ക് ഇങ്ങനെ വസ്ത്രം വെച്ചിട്ട് അവർ ഓടി അകലാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം, ഞാൻ അവരോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ഇന്നഹു കാന ഗഫാറ, കാരണം അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ ആകാശത്ത് നിങ്ങൾ കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് ലഭിക്കും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് സന്താനങ്ങൾ, സമ്പത്ത്, അതുപോലെ തോട്ടങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് അതിലൊക്കെ വർധനവുണ്ടാകും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇസ്തിഗ്ഫാർ നടത്തിയാൽ മതി. ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഇദാ തുബ്തും ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ ഒരുക്കമാണെങ്കിൽ, വസ്തഗ്ഫർതുമൂഹു, അവനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നുവെങ്കിൽ, വഅതഅതുമൂഹു, അവനെ അതിന് തുടർന്ന് അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ. ഇസ്തിഗ്ഫാറിൻ്റെ പ്രത്യേകത, ഇസ്തിഗ്ഫാർ നടത്തിയാൽ, തൗബ നടത്തിയാൽ എന്താണ്? അമലുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു മര്യാദയാണ്. മുമ്പുണ്ടതിനേക്കാൾ ഒന്നും കൂടി എന്താക്കുക? അമലുകൾ കൂട്ടുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുകയും ചെയ്താൽ കസുറ റിസ്ഖു അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് റിസ്ഖിൽ വർധനവ് നൽകും. വഅസ്ഖാകും മിൻ ബറകാത്തിസ് സമാഇ, ആകാശത്തു നിന്നുള്ള ബറക്കത്ത് അവൻ നിങ്ങൾക്ക് ചൊരിഞ്ഞു തരും, നിങ്ങളെ കുടിപ്പിക്കും. വഅംബതലകും മിൻ ബറകാത്തിൽ അർളി, ഭൂമിയിൽ നിന്നുള്ള ബറക്കത്തുകൾ അവൻ ഉൽപ്പാദിപ്പിക്കും. വഅംബതലകുമുസ് സറഅ, നിങ്ങളുടെ കൃഷി അതിൽ അവൻ ധാരാളം നൽകും. വഅദ്ദറലകുമുൽ ദറഅ വഅമ്മദകും ബിഅംവാലിൻ വബനീൻ, ഈ ഭൗതികമായിട്ട് പറയുന്ന സമ്പത്ത്, സന്താനം എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ധാരാളമായി നൽകും. ഐ ആതാകുമുൽ അംവാല വൽ ഔലാദ്, ഇങ്ങനെ തുടരാൻ എല്ലാ സിമാറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അള്ളാഹു നൽകും. എന്താ ചെയ്യേണ്ടത്? മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ നടത്തുന്ന അവസ്ഥ ഉണ്ടാവണം. അതേപോലെ തന്നെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയുന്നതാണ്, ഉമർ റളിയല്ലാഹു അൻഹു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. നമുക്കറിയാം ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് വലിയൊരു എന്തുണ്ടായിട്ടുണ്ട്? മഴയില്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് പുറപ്പെട്ടപ്പോൾ, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് പുറപ്പെട്ടത് മുതൽ അദ്ദേഹം മടങ്ങുന്നത് വരെ എന്ത് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞേ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിൽ പ്രയോഗം എന്താ? ഫലം യസിദ് അലൽ ഇസ്തിഗ്ഫാരി ഹത്താ റജഅ, വേറൊന്നും പറഞ്ഞിട്ടില്ല. പടച്ചോനെ പുറത്തിരണേ, അസ്തഗ്ഫിറുല്ലാഹ്, ഇതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടേ നിന്നത്. ഫംതറു, അപ്പം എന്ത് ചെയ്തു? മഴ പെയ്തു.
അപ്പോൾ ആളുകളൊക്കെ ചോദിച്ചു, എന്താണ് നിങ്ങൾ വേറൊന്നും പറയാതെ ഇസ്തിഗ്ഫാർ എങ്ങനെ വർദ്ധിപ്പിക്കുന്നു, അങ്ങനെ നിങ്ങൾക്ക് മഴ കിട്ടുന്നു, എന്താണ് ഇതിൻ്റെ കാര്യം? അപ്പോൾ അദ്ദേഹം പറയുന്നത് ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്തുകൾ ഓതി കൊടുക്കാൻ, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലു സമാ അലൈക്കും മിദ്റാറ, അല്ലേ? അതേപോലെ തന്നെ ജനങ്ങൾ പ്രവാചകന്റെ കാലശേഷം പിന്നീട് ഇതുപോലെ വരൾച്ച ഉണ്ടായപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയാണ്, അവരെല്ലാവരും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പുറപ്പെട്ടു, ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. അപ്പോൾ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബിലാൽ ഇബ്നു സഅദ് റഹിമഹുല്ലാ താബി പണ്ഡിതനാണ്, അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ആളുകളോട് പറഞ്ഞു, ഫഹമിദല്ലാഹു വഅസ്ന അലൈഹി, അല്ലാഹുവിനെ സ്തുതിച്ചത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഹംദു സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നാ സമഅനാ തഖൂലു മാ അലൽ മുഹ്സിനീൻ മിൻ സബീൽ. അദ്ദേഹം ഹംദു സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട്, ബിലാൽ ഇബ്നു സഅദ് എന്ന് പറഞ്ഞാൽ അതേ അറിയപ്പെടുന്നത് കൂട്ടത്തിൽ പറയാൻ വാഇലു താബഇ എന്നാണ്, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അല്ലേ? വാഇലു താബഇ എന്ന് പറഞ്ഞാൽ താബികളുടെ കൂട്ടത്തിലെ പ്രഭാഷകൻ, നല്ല വയൽ അറിയുന്ന ആളായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് ഈ മഴയ്ക്ക് വേണ്ടിയുള്ള ആളുകളൊക്കെ കൂടിയെടുത്ത് എഴുന്നേറ്റ് നിന്നിട്ട് ഹംദു സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് അവരോട് പറയാൻ, അവിടെ നിന്നിട്ട് ഉറക്കെ പ്രഖ്യാപിക്കണം, അല്ലാഹുവേ നിന്റെ ഖുർആനിൽ ഞാൻ കണ്ടിട്ടുണ്ട്, സുഹൃത്തം നന്മകൾ ചെയ്യുന്ന ആളുകളെ നീ ശിക്ഷിക്കുകയില്ല. എന്നിട്ട് പറയുന്നു, ഫഖദ് അഖറർനാ ബിൽ അസാഅ ഫഅൽ തകൂനു മഗ്ഫിറതുക ഇല്ലാ ബിമിസ്ലനാ, അതുകൊണ്ട് ഞങ്ങൾക്കല്ലാതെ ആർക്ക് അല്ലാഹുവേ നീ പുറത്തു തരാ, ഞങ്ങൾ കുറേ എന്ത് ചെയ്യുന്നുണ്ട്, നന്മകൾ ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞു ഞാൻ ഫഅൽ തകൂനു ഇല അല്ലാഹു മഗ്ഫിർ ലനാ വർഹംന വസ്ഖിന ഫറജ, അങ്ങനെ ഫറഫഅ യദൈഹി വറഫഉ ഐദിഹും ഫസുഖു, അദ്ദേഹം കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, ആളുകളൊക്കെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, അല്ലാഹു മഴ നൽകി. അവിടെയും പറയുന്നത് ഞങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അല്ലാതെ നീ ആർക്കാണ് മഴ നൽകുക, അള്ളാൻ്റെ അനുഗ്രഹം കിട്ടാനുള്ളൊരു കാരണമാണ് ഇസ്തിഗ്ഫാർ എന്നർത്ഥം. ഇനി നോക്കൂ നിങ്ങൾ, അതേ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി വീണ്ടും പറയുന്നത് കാണാം, മഹാനായ ഹസനുൽ ബസ്വരി റഹ്മഹുല്ലാ, അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരാൾ വരാൻ, അദ്ദേഹത്തിന് പറയാനുള്ളത് വരൾച്ചയെക്കുറിച്ചാണ്, ഒരു നാട്ടിലെ വരൾച്ചയെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം മഹാനായ ഹസനുൽ ബസ്വരി റഹ്മഹുല്ലാ, താബികളുടെ കൂട്ടത്തിലൊരു മഹാപണ്ഡിതനാണ് ഹസനുൽ ബസ്വരി റഹിമഹുല്ലാ. പലപ്പോഴും പിന്നീട് ജീവിച്ചിരുന്ന സ്വഹാബികൾ വരെ അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്ന് സംശയങ്ങൾക്കൊക്കെ നിവാരണം നടത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീട്ടിൽ ചെറിയ കുട്ടിയായിട്ട് ഇങ്ങനെ വളർന്നു വന്ന ഒരു മഹാപണ്ഡിതനാണ് ഹസനുൽ ബസ്വരി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് ഈ ക്ഷാമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാ, നീ എന്ത് ചെയ്യണം? ഫഖാല ലഹു അസ്തഗ്ഫിറു, നീ ഇസ്തിഗ്ഫാർ നടത്തിയാൽ മതി എന്ന മനുഷ്യനോട് പറഞ്ഞു. വശക്ക ആഖർ ഇലൈഹിൽ ഫഖറ, വേറെ ആൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പരാതിപ്പെട്ടത്. ഫഖാല ലഹു അസ്തഗ്ഫിറുല്ലാ, അപ്പോഴും പറഞ്ഞു നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞത് ഹസനുൽ ബസ്രിയോട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് സന്താനങ്ങളില്ല. അപ്പോഴും അദ്ദേഹത്തോടും പറഞ്ഞു, നീ എന്ത് ചെയ്തോ? അസ്തഗ്ഫിറുല്ലാ പറഞ്ഞോ. മൂന്നാമത്തെ ഒരാൾ, അദ്ദേഹത്തിൻ്റെ തോട്ടം അത് കരിഞ്ഞുപോയി, അതിൽ വേണ്ട രൂപത്തിലുള്ള വിളവൊന്നും കിട്ടുന്നില്ല, അത് പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു അസ്തഗ്ഫിറുല്ലാ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ചില ആളുകൾ പറയാണ്, നിങ്ങളെല്ലാവരും വന്ന് വേറെ വേറെ ആവശ്യങ്ങൾ വന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അപ്പോഴൊക്കെ എന്താ പറഞ്ഞത്? അസ്തഗ്ഫിറുല്ലാ പറഞ്ഞോളൂ എന്നാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം പറയണ, ഫഖാല മാ ഖുൽതു മിൻ ഇൻദി ഷൈഅൻ, ഇത് ഞാൻ സ്വന്തമായി പറഞ്ഞ കാര്യമില്ല. ഇന്നല്ലാഹ തആല യഖൂലു ഫീ സൂറത്തിൻ നൂഹ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സൂറത്തുൻ നൂഹിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. ഈ ആയത്ത് ഓതി കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഭൗതികമായിട്ട് അല്ലാഹു നൽകുന്ന മുഴുവൻ വിഭവങ്ങൾക്കും മുഴുവൻ അനുഗ്രഹങ്ങൾക്കും അതിൽ ബറക്കത്തുണ്ടാവാൻ, വർധനവുണ്ടാവാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടൊരു കാരണം എന്താണ്? ഇസ്തിഗ്ഫാർ നടത്തലാണ്. ഒന്നുകൂടി പറഞ്ഞോട്ടെ, അതും കൂടെ അവസാനിപ്പിക്കുക. ഇസ്തിഗ്ഫാറിൻ്റെ കുറച്ചും കൂടെ ഉണ്ട്. സൂറത്ത് ഹൂദിൽ മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയസിദ്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും വലാ തതവല്ലൂ മുജ്രിമീൻ. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ വിളിച്ച് പറയാം, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തണം, അവനിലേക്ക് ഖേദിച്ചു മടങ്ങണം. ഇസ്തിഗ്ഫാറും തൗബയും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? ഇസ്തിഗ്ഫാറും തൗബയും തമ്മിലുള്ള വ്യത്യാസം എന്താ? സമ്മാനം ഉണ്ടോ? ഒരു ഉത്തരം അതാണ്. തൗബ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്തത് ഓർമ്മ ഉണ്ടായി ആ തെറ്റെടുത്ത് പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിന് എന്താ പറയുക? തൗബ. ഇസ്തിഗ്ഫാർ എന്താ? കോമൺ ആയിട്ട് എല്ലാത്തിനും പറയുന്നത്. പിന്നെ ഉടനെ നേരത്തെ പറഞ്ഞ പോലെ ഏത് നന്മ ചെയ്താലും ആ നന്മയിലുള്ള
നന്മ ചെയ്യാൻ അവസരം കിട്ടി, അള്ളാഹു തൗഫീഖ് നൽകി, എന്നിട്ടും ഞാൻ തിന്മ ചെയ്തു പോകുന്നു, അതാണ് അസ്തഗ്ഫിറുല്ലാ. അല്ലേ? നിസ്കാരം കഴിഞ്ഞാലുണ്ട്, ഹജ്ജ് കഴിഞ്ഞ് പോകുമ്പോൾ ഓരോ ഇതിലുണ്ട് നന്മകൾ, ഭൂമിയിലെ നന്മകൾ കിട്ടും. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അവിടെയുണ്ട്, ഒക്കെ ഉണ്ട്. അല്ലേ? ഏതായിരുന്നാലും അദ്ദേഹം പറയും, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, എങ്കിൽ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് മഴ കുത്തിച്ചൊരിഞ്ഞു തരും. അടുത്ത വാചകം എന്താ? വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും, നിങ്ങൾക്ക് ശക്തി ഉള്ളതിനേക്കാൾ കൂടുതൽ അള്ളാഹു എന്താക്കും? നൽകും. അതിനെ വിശദീകരിച്ച് എന്താ അറിയോ? ശാരീരികമായിട്ടുള്ള ശക്തി, ആത്മീയമായിട്ടുള്ള ശക്തി, സാമുദായികമായിട്ടുള്ള ശക്തി. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ കിട്ടും ഒരു സമൂഹം, ഒരു മുഅ്മിൻ, കുറച്ച് മുസ്ലിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണെങ്കിൽ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ കുറ്റവാളികളായി തിരിഞ്ഞു പോകരുത്. അവിടെ നോക്കൂ, ഇസ്തിഗ്ഫാർ നടത്താത്ത മനുഷ്യൻ യഥാർത്ഥത്തിൽ എന്താണ്? അഹങ്കാരിയാണ്, അവൻ മുജ്രിമാണ്, തെറ്റുകാരനാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാം, വമൻ ഇത്തസഫ ബിഹാദിഹി സിഫത്തി യസ്സറല്ലാഹു അലൈഹി റിസ്ഖഹു. ഈ ഒരു സ്വഭാവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ നടത്തുന്ന കാര്യം അവൻ്റെ ജീവിതത്തിൽ യോജിച്ചു വരുന്നുവെങ്കിൽ അള്ളാഹു അവൻ്റെ റിസ്ഖിൽ അവന് എളുപ്പം നൽകും, അവൻ്റെ കാര്യത്തിൽ എളുപ്പം നൽകും. എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മൾ ആരോടൊക്കെ പറയലുണ്ട് അല്ലേ? എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതിനൊക്കെ പരിഹാരമാണ്. ദുനിയാവിൻ്റെ കുറേ കാര്യങ്ങൾക്കാണ് അസ്വസ്ഥരാകുന്നത്. പ്രത്യേകിച്ച് പ്രവാസികളിലൊക്കെ നല്ലൊരു ശതമാനം ആളുകളും അവരിങ്ങനെ തള്ളി നിൽക്കുന്നത് എത്താത്തത് കൊണ്ടാണ്. ഇസ്തിഗ്ഫാർ ഒരാൾ വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ ആ കാര്യത്തിൽ അള്ളാഹു എളുപ്പം നൽകും. വസഹല അലൈഹി അംറഹു വഅഫിള അലൈഹി ഷഹ്നഹു, അവൻ്റെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കും. അവൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ടാകും. വഖുവത്തുഹു, അവന് ശക്തിയുണ്ടാകും. വലിഹാദാ ഖാല യുർസിലു സമാ അലൈക്കും മിദ്റാറ കമാ ജാഅ ഫിൽ ഹദീസ് മൻ ലസിമ, ഒരു ഹദീസ് കൂടെ പറയാണ്, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാൾ ഇസ്തിഗ്ഫാർ അതിങ്ങനെ ഏത് സമയത്തും അയാളുടെ കൂടെ ഉണ്ടെങ്കിൽ ജഅല അല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ ഹമ്മിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവന് വിടുതൽ നൽകും. വമിൻ കുല്ലി ദീഖിൻ മഖ്റജ, എല്ലാ കുടുസതയിൽ നിന്നും അവനൊരു എക്സിറ്റ് നൽകും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അവന് അള്ളാഹു എന്ത് നൽകും? റിസ്ഖും നൽകും. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.